ഓക്കെ, നമുക്കപ്പോൾ ഒരു പുള്ളി മാസ് സിസ്റ്റത്തിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ പുള്ളി മാസ് സിസ്റ്റത്തിൽ ഈ ഒരു സിസ്റ്റത്തിൽ എന്താ വന്നിരിക്കുന്നത്, ഒരു 3 കിലോഗ്രാം മാസ് ലെഫ്റ്റിലുണ്ട്, 2 കിലോഗ്രാം മാസ് ഉണ്ട്, ഇവിടെ ഒരു പുള്ളിയുണ്ട്. മാത്രമല്ല നമുക്ക് ഒരു റോപ്പ് തന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, റോപ്പ് ഇൻഎക്സ്റ്റെൻസിബിൾ റബ്ബർ ബാൻഡ് പോലെ വലിയില്ല എന്ന് അസ്യൂം ചെയ്യേണ്ടി വരും. മാത്രമല്ല പുള്ളി എന്ത് ചെയ്യണം, പുള്ളി മാസ്ലെസ് ആയിരിക്കണം, ഫ്രിക്ഷൻലെസ് ആയിരിക്കണം എന്ന് അസ്യൂം ചെയ്യണം. ഓക്കെ, അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. അതായത് ഇപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പുള്ളിയെങ്കിൽ ഈ റോപ്പ് ഇതിൽ കൂടെയാണല്ലോ പോവുക. അപ്പോൾ ഈ റോപ്പും ഈ പുള്ളിയുടെ ഇവിടെ എന്തുണ്ട്, ഫ്രിക്ഷൻ ഉണ്ട്. അതല്ല, ആ ഭാഗമല്ല ഫ്രിക്ഷൻലെസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റോപ്പ് ഇങ്ങനെ താഴോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ മുകളിലേക്ക് പോകുമ്പോൾ ഈ പുള്ളി അതിൻ്റെ ഒപ്പം കിടന്ന് കറങ്ങും. അപ്പോൾ കറങ്ങുന്നത് ഈ ഷാഫ്റ്റ് വെച്ചിട്ടാണ്, ഈ ആക്സിസ് വെച്ചിട്ടാണ് ആ പുള്ളി കറങ്ങുക. അപ്പോൾ ഈ ഷാഫ്റ്റും ഈ പുള്ളിയും തമ്മിൽ എന്താണ്, ഫ്രിക്ഷൻലെസ് ആണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മുടെ റോപ്പും പുള്ളിയും തമ്മിൽ ഫ്രിക്ഷൻലെസ് അല്ല എന്നല്ല നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ആക്സിസും ഇതും ഫ്രിക്ഷൻലെസ് ആണെങ്കിൽ കൂടിയും ഇത് കറങ്ങുമ്പോൾ ഇതിനൊരു മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഉണ്ടാവും, മാസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഈ പുള്ളിക്ക് ഉണ്ടാവും. അപ്പോൾ അത് കാരണം എന്തുണ്ടാവും, അത് കാരണം ഒരു ടോർക്ക് അനുഭവപ്പെടും ഈ ആക്സിസ് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ആ ടോർക്കും കൂടി ഒഴിവാക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെ അസ്യൂം ചെയ്യണം, ഈ ഷാഫ്റ്റ് കൂടെയുള്ള പുള്ളിയും ഈ പുള്ളിയും തമ്മിൽ എന്ത് ചെയ്യണം, ഫ്രിക്ഷൻലെസ് ആയിരിക്കണം എന്ന് അസ്യൂം ചെയ്യണം. മാത്രമല്ല പുള്ളി മാസ്ലെസ് ആണെന്ന് കൂടി അസ്യൂം ചെയ്യണം. അങ്ങനെ അസ്യൂം ചെയ്തിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ ചില പ്രോബ്ലത്തിൽ മാസ് ഉണ്ടാവും, നമ്മുടെ പുള്ളിക്ക് മാസ് തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ മാസും തന്നിട്ടുണ്ടാവും, റേഡിയസും തന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റേഡിയസ് ഓഫ് ഗൈറേഷൻ ഉപയോഗിച്ചിട്ട് മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ഡിസ്ക് പോലെ അസ്യൂം ചെയ്തിട്ട് നമുക്ക് മാസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് അതൊന്നും വേണ്ടാത്ത സിമ്പിളായിട്ടുള്ള ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പം ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രോബ്ലത്തിൽ എന്തായിരുന്നു, ഇവിടെ ഒരു 3 കിലോഗ്രാം മാസ് ഉണ്ട്, ഇവിടെ 2 കിലോഗ്രാം മാസ് ഉണ്ട്. പിന്നെ ഇത് റിലീസ് ചെയ്യുന്നതിനേക്കാളും മുമ്പുള്ള പിക്ചറാണിത്. ഓക്കെ, മാത്രമല്ല എന്തുണ്ട്, വയർ അല്ലെങ്കിൽ റോപ്പ് ഇൻഎക്സ്റ്റെൻസിബിൾ ആണ്, അതായത് വലിയില്ല. ഓക്കെ, അപ്പോൾ 3 കിലോഗ്രാമിനായിരിക്കും താഴോട്ട് എന്ത് വെയിറ്റ് കൂടുതലുണ്ടാവും, 2 കിലോഗ്രാമിനേക്കാളും കൂടുതൽ. അപ്പോൾ എന്ത് സംഭവിക്കും, 3 കിലോഗ്രാം താഴോട്ട് ഒരു ആക്സലറേഷനിൽ താഴോട്ട് പോകും, 2 കിലോഗ്രാം സെയിം ആക്സലറേഷനിൽ മുകളിലേക്ക് പോകും. അല്ലേ, രണ്ടും റോപ്പ് വെച്ച് കണക്ട് ചെയ്ത കാരണം കൊണ്ട് എങ്ങോട്ട് താഴോട്ട് പോകണം, അതേ ആക്സലറേഷനിൽ 2 കിലോഗ്രാം മുകളിലേക്ക് പോകേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ 3 കിലോഗ്രാം താഴോട്ട് ഒരു ആക്സലറേഷനിൽ പോകുന്നു, 2 കിലോഗ്രാം മുകളിലേക്ക് ഒരു ആക്സലറേഷനിൽ പോകുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് 3 കിലോഗ്രാം മാസിൻ്റെ ഒരു ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചു നോക്കുകയാണെങ്കിൽ 3 കിലോഗ്രാം കാരണം 3g 3 × g വെയിറ്റ് താഴോട്ടുണ്ടാവും, ടെൻഷൻ മുകളിലേക്ക് ഉണ്ടാവും. അപ്പോൾ ടെൻഷൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ 3 കിലോഗ്രാമിൽ നിന്ന് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ടെൻഷൻ അങ്ങനെയാണ്, എപ്പോഴും അവേ ഫ്രം ദ ജോയിന്റ് ആണ് ഈ റോപ്പിലൊക്കെ ഉള്ള ടെൻഷൻ ആക്ട് ചെയ്യുക. അതായത് ഇവിടെ ഒരു 3 കിലോഗ്രാം ഉണ്ടെങ്കിൽ ടെൻഷൻ ഇവിടെയായിരിക്കും. ഈ പുള്ളീനെ സംബന്ധിച്ച് ടെൻഷൻ എങ്ങനെ ആക്ട് ചെയ്യുക, താഴോട്ടാണ് ആക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളൊരു വടംവലി മത്സരത്തിൻ്റെ ഒരു ഇത് വെച്ചിട്ട് നമുക്കത് നോക്കാം. ഒരു ഇവിടെ ലെഫ്റ്റിൽ ഒരാളുണ്ട്, റൈറ്റിൽ ഒരാളുണ്ട്, രണ്ടുപേരും ലെഫ്റ്റിലെ ആൾ ലെഫ്റ്റോട്ട് വലിക്കുന്നു, റൈറ്റിലെ ആൾ റൈറ്റോട്ട് വള്ളി വലിക്കുകയാണ്, അല്ലെങ്കിൽ ആ കയറ് വലിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ലെഫ്റ്റിലെ ആളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അനുഭവപ്പെടുന്ന ടെൻഷൻ എന്ന് പറഞ്ഞാൽ റൈറ്റോട്ടായിരിക്കും. റൈറ്റിൽ ഉള്ള ആളെ സംബന്ധിച്ച് ഈ വള്ളിയിൽ ഉണ്ടാകുന്ന ടെൻഷൻ എന്ത് ചെയ്യും, ലെഫ്റ്റോട്ടാണ് ആളെ വലിക്കുക. ഓക്കെ, അപ്പോൾ അതായത് ടെൻഷൻ എപ്പോഴും നമ്മൾ ഏതാണ് ഒരു ഒബ്ജക്റ്റിനെ കുറിച്ച് പഠിക്കുന്ന ആ ഒബ്ജക്റ്റിൽ നിന്ന് അകലേക്കാണ് ടെൻഷൻ അനുഭവപ്പെടുക. ഓക്കെ, അപ്പം നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രം നോക്കി 3g താഴോട്ടുണ്ട്, ടെൻഷൻ മുകളിലേക്കുണ്ട്, ആക്സലറേഷൻ താഴേക്കുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ. അങ്ങനെ നമുക്കറിയാലോ, നമുക്ക് അങ്ങനത്തെ ഇക്വേഷൻ അറിയാലോ, ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ എന്ന് പറയുന്നത് എന്താണ്, നെറ്റ് ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ മാസ് ഇൻറ്റു ആക്സലറേഷൻ. ഓക്കെ, അപ്പോൾ നെറ്റ് ഫോഴ്സ് ഏത് ഫോഴ്സ് ആയിരിക്കും കൂടുതൽ, ടെൻഷൻ ആണോ കൂടുതലുണ്ടാവുക, 3g ആണോ കൂടുതലുണ്ടാവും. 3g എന്ന് പറഞ്ഞാൽ 3 × g നമുക്ക് 9.81 അല്ലെങ്കിൽ 10 എടുക്കാം, നമുക്ക് 10 ഈ പ്രോബ്ലത്തിൽ എടുക്കാം. അപ്പോൾ 30 ന്യൂട്ടൺ താഴോട്ടുണ്ട്, 30 ന്യൂട്ടൺ ആയിരിക്കും കൂടുതൽ, അതുകൊണ്ടാണല്ലോ ഈ മാസ് താഴോട്ട് ആക്സലറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇക്വേഷൻ എഴുതുമ്പോൾ 30 - t നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ. മാസ് എത്രയാണ്, 3 ആണ്, അപ്പോൾ 3 × a എന്ന് ടി. ഓക്കെ, അപ്പോൾ നമുക്കിനി അതിൻ്റെ 2 കിലോഗ്രാം മാസിൻ്റെ ഒരു ഫ്രീ ബോഡി ഡയഗ്രം, അല്ലെങ്കിൽ ഇത് ഫ്രീ ബോഡി ഡയഗ്രം എന്ന് പറയാൻ പറ്റില്ല, കാരണം ഞാൻ പുള്ളി ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് നോക്കുമ്പോൾ ടെൻഷൻ മുകളിലേക്കുണ്ട്, ആക്സലറേഷൻ മുകളിലേക്കാണ്, അപ്പോൾ ടെൻഷൻ ആയിരിക്കും കൂടുതൽ. അപ്പോൾ t - 2g ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ, ദാറ്റ് ഈസ് 2 × a. ഓക്കെ,
ഇനി ഈ നമുക്ക് രണ്ട് ഇക്വേഷൻ നമ്മൾ അടുപ്പിച്ച് എഴുതി കഴിഞ്ഞാൽ 30 - t = 3a ഉണ്ട്, t - 20 = 2a ഉണ്ട്. ഇതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക? ഇത് രണ്ടും ആഡ് ചെയ്താൽ പോരെ. ഇവിടെ ഒരു പ്ലസ് ടി ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ടി ഉണ്ട്. അപ്പോൾ രണ്ട് ആഡ് ചെയ്താൽ ടികൾ ക്യാൻസൽ ആയി പോകും, നമുക്ക് എ കിട്ടും. ഓക്കെ, 30 നമുക്ക് ആഡ് ചെയ്ത് നോക്കിയാലോ. 30 - 20 = 3a + 2a എന്ന് പറഞ്ഞാൽ 5 എന്ന് കിട്ടും. 5 എന്ന് കിട്ടിയെങ്കിൽ നമുക്ക് എ എത്ര കിട്ടും? 10 = 5a or a = 10/5 which is equal to 2 m/s². ഓക്കെ, അപ്പോൾ നമ്മുടെ ടെൻഷൻ നമുക്ക് കിട്ടാനായിട്ട്, അപ്പോൾ ആക്സലറേഷൻ 2 m/s² ആണ് കിട്ടി. അപ്പോൾ ഞാൻ ടെൻഷൻ കിട്ടാനായിട്ട് നമ്മൾ ആദ്യത്തെ വാല്യൂവിൽ ആദ്യത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ടെൻഷൻ എന്ത് കിട്ടും? ടെൻഷൻ = 30 - 6 which is equal to 24 N. അപ്പോൾ നമ്മൾ ആദ്യം അസ്യൂം ചെയ്തത് എന്തായിരുന്നു? ടെൻഷനാണ് 3G 30 കുറവെന്ന് പറഞ്ഞു. അത് കറക്റ്റ് ആണല്ലേ? 3G എന്ന് പറഞ്ഞാൽ 3 × 10 30 N അല്ലേ? 24 കൂടുതൽ. മാത്രമല്ല 2 കിലോഗ്രാമിനെ സംബന്ധിച്ച് ടെൻഷനാണ് 20 N കൂടുതൽ. ആദ്യം എന്താ പറഞ്ഞാൽ 30 N ആണ് ടെൻഷനേക്കാളും കൂടുതൽ. അന്ന് ഇവിടെ വേണേൽ ടെൻഷനാണ് 20 N കൂടുതൽ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ തിരിഞ്ഞു പോയി, നമ്മളെടുത്ത ആക്സലറേഷൻ്റെ ഡയറക്ഷൻ തിരിഞ്ഞു പോയെങ്കിലോ, അതായത് നമ്മൾ എന്ത് വിചാരിച്ചു? ടി ആണ് 30 കൂടുതലെന്ന് ആദ്യം അസ്യൂം ചെയ്തു. പിന്നെ വിചാരിച്ചു 20 ആണ് ടിയേക്കാളും കൂടുതലെന്ന് അസ്യൂം ചെയ്തു. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ എന്ത് ചെയ്യും? നമുക്ക് ആക്സലറേഷൻ മൈനസ് എന്ന് കിട്ടും. അതായത് നമ്മൾ ഉദ്ദേശിച്ച ഡയറക്ഷനിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ബോഡി മാസുകൾ മൂവ് ചെയ്യാന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഒരു ഡയറക്ഷൻ നമുക്ക് കൺഫ്യൂഷൻ വന്നാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് സോൾവ് ചെയ്ത ആൻസർ കിട്ടുന്നതാണ്. ഓക്കെ, ഇപ്പം നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ സ്റ്റുഡൻസിന് ഒരു തെറ്റ് വരുത്താറുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ, ഇവിടെ 30 N താഴോട്ടുണ്ട്. അപ്പോൾ ഈ ടെൻഷനും 30 ആണെന്ന് നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു വിചാരിച്ച് സോൾവ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, അങ്ങനെ ഈ ടെൻഷൻ താഴോട്ടുള്ള വെയിറ്റ് 30 N, ടെൻഷനും 30 N ആണ്, ഈ നെറ്റ് ഫോഴ്സ് 0 ആണ്. അപ്പോൾ അതിലുണ്ടാകുന്ന ഈ മാസിൻ്റെ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളൊരു സാധനം ഇവിടെ ഒരു ടെൻഷൻ ഇത് ഇവിടെ ഫിക്സഡ് ആണെങ്കിൽ എന്തായിരിക്കും? ടെൻഷനും ഈ 30 N സെയിം ആയിരിക്കും. പക്ഷേ ഫിക്സഡ് അല്ല, ഒരു ആക്സലറേഷൻ ഉണ്ടെങ്കിൽ ഇതെന്തായിരിക്കും? ടെൻഷനും 30 N സെയിം ആവില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു സെറ്റപ്പ് വെച്ചിട്ട് നമുക്കൊരു പ്രോബ്ലം നോക്കുകയാണെങ്കിൽ, ഒരാളുണ്ട്, ഒരു വള്ളിയിൽ ഒരു 2 കിലോഗ്രാം മാസ് പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതൊരു ലിഫ്റ്റിൻ്റെ ഉള്ളിലാണ്. ലിഫ്റ്റ് ഒരു വെലോസിറ്റിയിൽ മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിലുണ്ടാകുന്ന ആളുടെ കയ്യിൽ അല്ലെങ്കിൽ ആ വള്ളിയിലുണ്ടാകുന്ന ടെൻഷൻ എത്രയായിരിക്കും? ആ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കണം. ടെൻഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ആക്സലറേഷൻ ഉണ്ടോ എന്ന് നോക്കുക. ഈ മാസിന് ആക്സലറേഷൻ ഉണ്ടോ? മാസ് ഇല്ല, കോൺസ്റ്റന്റ് വെലോസിറ്റിയാണ്. കോൺസ്റ്റന്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ 0 ആണ്. അപ്പോൾ നെറ്റ് ഫോഴ്സ് ഓൺ ദ ബോഡി 0 ആണ്. നെറ്റ് ഫോഴ്സ് ഓൺ ദ ബോഡി 0 ആണെന്ന് പറഞ്ഞാൽ താഴോട്ട് 20 N അനുഭവപ്പെടുന്നുണ്ട്, മുകളിലേക്ക് ടെൻഷൻ അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ നെറ്റ് ഫോഴ്സ് 0 ആവണമെങ്കിൽ ടെൻഷൻ എത്രയായിരിക്കണം? 20 N ആയിരിക്കണം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാം. ഇവിടെ ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. ഇവിടെ 3 കിലോഗ്രാം ഉണ്ട്, 2 കിലോഗ്രാം ഉണ്ട്. നമുക്ക് ഈ വള്ളിയിലും ഉണ്ടാകുന്ന ടെൻഷൻ 24 N ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ വള്ളിയിലുണ്ടാകുന്ന ഈ റോപ്പിലുണ്ടാകുന്ന ടെൻഷൻ അല്ലെങ്കിൽ T2 എത്രയാണെന്ന് നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാൻ പറ്റുമോ?